2021 ഒരു വലിയ ബിംബനിർമ്മിതി ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വേണ്ടി ഒരു ബിംബനിർമ്മിതി നടന്നു. കാരണം ഘട്ടത്തിലെ ഒരു വലിയ രക്ഷകനായി മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ കോവിഡാനന്തര കാലഘട്ടത്തിൽ അവതരിപ്പിക്കുകയും അതിലൂടെ ഒരു വലിയ ഒരു പ്രതിച്ഛായ നിർമ്മിതി അന്നത്തെ ഒരു പബ്ലിക് റിലേഷൻ വർക്കിൻ്റെ ഒക്കെ ഭാഗമായിട്ട് കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ആ ഒരു പ്രതിച്ഛായ നിർമ്മിതി തീർച്ചയായിട്ടും വലിയ ഫലം കണ്ടു. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹം തിരുവനന്തപുരത്ത് തയ്യാറെടുത്ത് നടത്തുന്ന ഒരു പത്രസമ്മേളനത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് പോലെ അല്ല അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ എല്ലാ ദിവസവും മുടങ്ങാതെ പത്രസമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പബ്ലിക് റിലേഷൻ വിഭാഗം തയ്യാറാക്കി കൊടുക്കുന്ന ഒരു ധാരണയിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിന് പ്രതികരിക്കേണ്ടി വരും. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലി വരുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, പത്തനംതിട്ടയിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് ഒരു പാർട്ടി പ്രവർത്തകൻ തന്നെ അദ്ദേഹം മുന്നോട്ട് വന്നിട്ട് അദ്ദേഹം പാർട്ടി പരിപാടി അലമ്പാൻ വന്നവനോ കള്ളു കുടിച്ചിട്ട് വന്നവനോ ഒന്നുമല്ല. അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്ക് ഒരു ചോദ്യമുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളൊരു മുഖ്യമന്ത്രിയുടെ എന്ന നിലയിലല്ല, ഒരു പൊതുപ്രവർത്തകൻ്റെ ഭാഗത്തു നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമല്ല. ഇവിടെയാണ് പലപ്പോഴും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രതിച്ഛായ പലപ്പോഴും തകർന്നു വീഴുന്നത്. അതുപോലെ തന്നെ ജി സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു അഭിമുഖം കൊടുത്തപ്പോൾ ചോദിക്കുമ്പോൾ ആവർത്തിച്ച് അദ്ദേഹം അതിനെ ചെറ്റത്തരം എന്ന് വിശദീകരിക്കുന്നുണ്ട്. വർഗവഞ്ചകൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം. അതിപ്പോൾ 50 വർഷം 60 വർഷം കൂടെ നിന്ന് ആൾ പോകുമ്പോൾ പിറ്റേ ദിവസം അങ്ങനെ പറഞ്ഞാൽ അതും മനസ്സിലാക്കാം. പക്ഷെ ചെറ്റത്തരം എന്ന് പറയുമ്പോൾ അതിനകത്ത് അത് ഒരു സ്ഥാനം, അദ്ദേഹം വഹിക്കുന്ന സ്ഥാനം, ഒരു പൊസിഷൻ, ഇത്രയും പാരമ്പര്യം ഉള്ളയാൾ അങ്ങനെ പറയാമോ എന്ന അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഈ പല കാര്യങ്ങളിലും സമീപകാലത്തുണ്ടായ ഏറ്റവും ഒടുവിലുണ്ടായ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ വിഷയം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളറിയാം. അതൊക്കെ ചോദ്യം വരുമ്പോൾ അതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഉടനെയുള്ള പ്രതികരണം, അദ്ദേഹത്തിൻ്റെ പ്രതികരണം പെട്ടെന്ന് വന്നത് നാട് നീളെ വ്യഭിചരിച്ച് നടന്ന ഒരുവനെ ബലാത്സംഗം ചെയ്ത് നടന്ന് ഒരുത്തിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തുകയല്ലായിരുന്നു പ്രതിപക്ഷ നേതാവ്. അങ്ങനെ ചോദിക്കുമ്പോൾ അദ്ദേഹം ഇതൊക്കെ പ്രബുദ്ധരായ ആളുകൾ ഇത് കാണുകയാണ്.